ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മാങ്കൂട്ടം ഒരു ഒന്നൊന്നര രാഷ്ട്രീയ മുതൽ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി പിടിച്ചു പുറത്തിട്ടു എന്ന് കരുതി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. പകരം ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് മാങ്കൂട്ടം ഇന്നും പാലക്കാട്ട് സജീവ സാന്നിധ്യമായി മാറുന്നത്. അവിടെ കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള പാൽ സൊസൈറ്റിയിലേക്ക് മാങ്കൂട്ടം ഇന്ന് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ BJPയും CPMഉം കൈകോർത്ത് മത്സരിച്ചിട്ട് പോലും BJP 2ാം സ്ഥാനത്തും CPM കോൺഗ്രസിൽ നിന്നും P സരിനെ വരെ കൂട്ടി മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്തേക്കുമാണ് പോവുകയുണ്ടായത്. അവിടെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ പുറത്തുവിട്ട ഊരും പേരുമില്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ മാങ്കൂട്ടത്തെ പിടിച്ചു പൂട്ടുമെന്ന് കരുതുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അരയും തലയും മുറുക്കി താൻ ഒരു കോൺഗ്രസുകാരനായി ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി പ്രവർത്തനത്തിനിറങ്ങുമെന്ന് ഇന്നലെ മാങ്കൂട്ടം ഒരു പ്രഖ്യാപനം പോലെ വിളിച്ചു പറയുന്നത്. അതിനിടയിൽ കുത്തിത്തിരിപ്പൻ ചോദ്യങ്ങൾ ധാരാളമായി കൈരളിയും റിപ്പോർട്ടറും പിണറായിക്ക് സ്തുതി പാടാനായി പുതിയതായി അവതരിച്ച ന്യൂസ് മലയാളവുമൊക്കെ മാങ്കൂട്ടത്തെ വട്ടം ചുറ്റി. എന്നാൽ കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ട് മാസായി മടങ്ങുന്ന ഒരു മാങ്കൂട്ടത്തെ നമുക്ക് കാണാം. കോൺഗ്രസ് യോഗത്തിൽ ആണ് അങ്ങ് പങ്കെടുത്തത് എന്നുള്ളതാണ് ആണെന്നുള്ളതാണ്. ബാക്കി പറ. എവിടെ നീട്ടി വരും? ഏത് കോൺഗ്രസ്? പിന്നെ നടക്കാത്ത കാര്യത്തിൽ സോഴ്സ് ചോദിക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ്. കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ യോഗമാണല്ലോ അത്. കോൺഗ്രസിന്റെ ഒരു യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു, വർത്തമാനം പറഞ്ഞു, എന്നിട്ട് ആളുകളെ കണ്ടു, പിന്നെ കല്യാണ വീടുകളിൽ പോയി, മരണ വീടുകളിൽ പോയി. എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നിപ്പോ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ. സസ്പെൻഡ് ചെയ്താൽ വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഔദ്യോഗിക യോഗത്തിൽ ഒരു യോഗം തന്നെ നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടുറോടി വെച്ചിട്ടാണോ കൂടുന്നത്? അങ്ങനെയാണോ കൂടുന്നത്? അങ്ങനെയാണോ നിങ്ങൾക്ക്? ആരടച്ചിട്ട മുറിയിൽ ഒരു പിന്നെ പാൽ സൊസൈറ്റിയുടെ പിന്നെ സൈഡിൽ എല്ലാവരും കൂടെ നിൽക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ? നിങ്ങൾ കയറി വരാറുണ്ടല്ലോ. ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. അത് യോഗമല്ലെന്ന്. യോഗമാണെങ്കിലല്ലേ യോഗമാണെന്ന് പറയും. ഇപ്പോൾ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം ചേർന്നു എന്ന് പറയും. കൂടെയുള്ളവരെ നിങ്ങൾക്ക് അറിയില്ലേ? അതപ്പോ ഒരു ജേർണലിസ്റ്റ് എന്ന നിങ്ങളുടെ പരാജയമല്ലേ? മണ്ഡലം പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് ഐക്യജനാധിപത്യ കണ്ണാടി പഞ്ചായത്ത് ചെയർമാനാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല. 3-4 തവണ MLA ഇവിടെ വരാറുണ്ട്. കണ്ണാടിയിലെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്ക് വരാറുണ്ട്. വീടുകളിൽ ഇരിക്കാതെ പ്രദേശത്തെ പൊതുപ്രവർത്തകരെ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകാറുള്ളത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ അവിടെ മരണം ഉണ്ടാകുമ്പോൾ അവിടെ പോകാറുണ്ട്, വിവാഹം ഉണ്ടാകുമ്പോൾ വിവാഹത്തിന് പോകാറുണ്ട്. ഇപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ പൂടൂരിലേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ BGSൽ വെച്ച് ഞാൻ യോഗം ചേർന്നു പറയായിരുന്നു. അവിടെ വെച്ച് പ്രായരിയിലെ പ്രധാനപ്പെട്ട വെച്ച് കൂടുന്ന പോലെ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ അവിടെ എനിക്ക് പ്രവേശനമില്ലേ? സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടക്കുമ്പോൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന യോഗം നടന്നാലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റൂ. കോൺഗ്രസ് ഭരിക്കുന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കല്യാണമോ അല്ലെ മരണമോ ഒന്നും നടന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. യോഗം ചേർന്നാൽ യോഗം ചേർന്നു എന്ന് പറയും, യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. നടക്കാത്ത അല്ല, അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും, തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും. ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച MLA ആണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും, അതിപ്പോൾ ഏത് സ്ഥലത്ത്, അത് പാലക്കാട് എന്നല്ല പറയട്ടെ, പാലക്കാട് എന്നല്ല, ഏത് സ്ഥലത്ത് വെച്ച് 4 UDFകാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചോദിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. അത് നിങ്ങളിങ്ങനെ വട്ടവിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പോകുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJPയെ CPMനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ, മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും. പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും CPM BJP മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും
എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ യോഗമാണെന്ന് പറഞ്ഞില്ല, ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അത് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കയറ്റാനുണ്ടെങ്കിൽ അത് വേറെ ചെയ്ത് അത് വേറെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ആരോപണങ്ങൾ വേറെ ആളുകളോട് മതി, എന്നോട് വേണ്ട കേട്ടോ. പ്രകാശിന് വേണ്ടി പോകുന്നു. എൻ്റെ സഹോദരൻ, ഞാനിവിടെ MLA വാഹനത്തിലാണ് വന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ. എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളിൽ ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കും. ആ ശരി മാം. എൻ്റെ പൊന്നു സഹോദര, നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു. എന്താ MLA ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു. MLA ഓഫീസിൽ അങ്ങനെ രാവിലെ CPM-ന്റെ നേതാക്കന്മാർ വന്നിരുന്നു. അപ്പോൾ CPM നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത്? MLA ഓഫീസിൽ BJP-യുടെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ BJP-യുടെ യോഗമാണോ ചേരുന്നത്? അങ്ങനെയല്ലല്ലോ, ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരൊക്കെ വരും. നിങ്ങൾ വരാറില്ല എൻ്റെ ഓഫീസിൽ? നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എൻ്റെ ഓഫീസിൽ എല്ലാവരും വരും. അത് MLA ഓഫീസായിട്ട് നന്നായി